महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. കർണന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് വഞ്ചിച്ച് കൊണ്ടുപോയി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ധാർത്തരാഷ്ട്രന്മാരെല്ലാം ഗർവം കെട്ട് ഏറ്റവും ദീനരായി തീർന്നു. അതേസമയം പാണ്ഡവന്മാരെ ഈ വൃത്താന്തം വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു കാലത്ത് പാണ്ഡവന്മാർ വീണ്ടും ദ്വൈതവനത്തിൽ വന്ന് വസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സംഭവം നടന്നു. തപസ്വിയായ ഒരു ബ്രാഹ്മണന്റെ അരണി കടക്കോലുകൾ, അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുക. ഈ ഒരു അരണി മരത്തിന്റെ മുട്ടികൾ ഒരു മരത്തിന് മുകളിൽ വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മരത്തിൽ ഉരസിക്കൊണ്ടിരുന്ന ഒരു മാനിന്റെ കൊമ്പിന്മേൽ ഈ അരണി മരത്തിന്റെ മുട്ടികൾ കുടുങ്ങി. അതേസമയം ഈ മാൻ അതും കൊണ്ട് ഓടിക്കളഞ്ഞു. ആ മൃഗം പരിഭ്രമിച്ച് അതിശീഘ്രം ഓടി മറയുന്നത് ഈ ബ്രാഹ്മണൻ കണ്ടു. തന്റെ അരണി കിട്ടാതായാൽ അഗ്നിഹോത്രത്തിന് കഴിയാതെ വരും എന്നുള്ളത് കൊണ്ട് ആ ബ്രാഹ്മണൻ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ അനുജന്മാരോടുകൂടി ആ യുധിഷ്ഠിരൻ ഇരിക്കുകയായിരുന്നു. ബ്രാഹ്മണൻ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ മാർഗം നോക്കിച്ചെന്ന് മാനിനെ കണ്ടുപിടിച്ച് അഗ്നിഹോത്രം മുടങ്ങാതിരിക്കത്തക്കവണ്ണം അത് കൊണ്ടുവന്ന് തരണം എന്ന് ബ്രാഹ്മണൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ആ ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് യുധിഷ്ഠിരൻ വില്ലും ശരവും എടുത്ത് സഹോദരന്മാരോടുകൂടി ബ്രാഹ്മണനു വേണ്ടി ആ മൃഗത്തിന്റെ മാർഗത്തിലൂടെ പാഞ്ഞ് മാനിനെ പിന്തുടർന്നു. മാൻ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്നാലും ആ മഹാരഥന്മാർ മാനിന്റെ നേരെ ശരം പ്രയോഗിച്ചില്ല. പകരം അതിനെ പിടിക്കുവാനാണ് അവർ യത്നിച്ചത്. എന്നാൽ ആ മാനാകട്ടെ അവരുടെ പിടിയിൽപ്പെടാതെ വീണ്ടും വീണ്ടും ഓടി എവിടെയോ മറഞ്ഞു. മാനിനെ അന്വേഷിച്ച് കാണാതെ ചുറ്റി നടന്ന് വലഞ്ഞ് ഉഴന്ന് ദുഃഖിച്ച് കൊടുങ്കാട്ടിൽ ഒരു ആലിന്റെ ചുവട്ടിൽ വിശപ്പും ദാഹവും സഹിച്ച് ചെന്ന് ഇരിപ്പായി. അങ്ങനെ അവർ ദുഃഖിച്ചിരിക്കുമ്പോൾ നകുലൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, രാജാവേ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്ന് യുധിഷ്ഠിരനോട് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, സത്യത്തിൽ ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം ആർക്കും തരാൻ സാധിക്കില്ല. ആപത്തിന് മര്യാദ എന്നൊന്നില്ല. ഇന്ന കാരണം കൊണ്ടാണ് ആപത്ത് വന്നതെന്നോ ഇന്ന ഫലമാണ് ആപത്തിനുള്ളതെന്നോ ഒരാൾക്കും നിശ്ചയിക്കുവാൻ സാധിക്കില്ല. ഒരു കാര്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, നമ്മുടെ പ്രാരബ്ധമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭീമൻ പറയുകയാണ്, പറഞ്ഞിട്ടെന്ത് കാര്യം? അവറ്റെയൊക്കെ കൊന്നൊടുക്കുവാൻ നമുക്ക് എത്രയോ സന്ദർഭം കിട്ടിയിട്ടും അത് നമ്മൾ ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സങ്കടത്തിൽ പെട്ടത്. ഇങ്ങനെ അവർ അവരുടെ ജീവിതത്തിന്റെ വിഷമതകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നകുലനോട് യുധിഷ്ഠിരൻ പറയുകയാണ്, നകുല, നീ ഈ വൃക്ഷത്തിന്റെ മുകളിൽ കയറി എല്ലാ ദിക്കിലേക്കും ഒന്ന് നോക്കൂ. വെള്ളമോ വെള്ളത്തിന്റെ അടുത്ത് നിൽക്കുന്ന മരങ്ങളോ കാണാനുണ്ടോ എന്ന് നോക്കൂ. നമ്മളൊക്കെ വല്ലാതെ ദാഹിച്ച് തളർന്നിരിക്കുകയാണല്ലോ. ഇത് കേട്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കി വരാം എന്ന് പറഞ്ഞ് നകുലൻ പൊക്കമേറിയ ഒരു മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറി ചുറ്റും നോക്കിയതിന് ശേഷം ജ്യേഷ്ഠന്റെ അടുത്തെത്തി പറഞ്ഞു, രാജാവേ, ഞാൻ ഒരുപാട് ജലമുള്ള എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറെ മരക്കൂട്ടങ്ങൾ കാണുന്നുണ്ട്. അവിടെ ആ ജലം കുടിച്ചിട്ട് പോകുന്ന പക്ഷികളുടെയൊക്കെ ശബ്ദവും ഞാൻ കേൾക്കുന്നു. എന്തായാലും അവിടെ തീർച്ചയായും ജലമുണ്ടാകും. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എങ്കിൽ നകുല, നീ പോയി ആവനാഴിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവരിക. ഞാൻ ഉടനെ പോയി വരാം എന്ന് പറഞ്ഞ് നകുലൻ വെള്ളമുള്ളയിടത്ത് ക്ഷണത്തിൽ പോയി.
അവിടെ സാരസങ്ങൾ കളിക്കുന്ന നിർമ്മലമായ പൊയ്ക കണ്ടു. അവൻ അതിലിറങ്ങി വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. ശ്രേഷ്ഠ, സാഹസം ചെയ്യരുത്, ഇത് എന്റെ പൂർവ്വ സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. അതേസമയം നകുലന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ആ വാക്കിന് വില വയ്ക്കാതെ നന്നായിട്ട് ജലം കുടിച്ചു. എന്നാൽ കുടിച്ച ഉടനെ നകുലൻ അവിടെ മോഹാലസ്യപ്പെട്ടു വീണു, സത്യത്തിൽ മരിച്ചു വീണു. നകുലൻ പോയി മടങ്ങി വരാതെ വൈകിയപ്പോൾ യുധിഷ്ഠിരൻ പിന്നീട് സഹദേവനോട് പറഞ്ഞു. സഹദേവനും ഇതേപോലെ തന്നെ നകുലനെ തേടിയിറങ്ങി. എന്നാൽ ഇതേ അവസ്ഥയിൽ അവിടെ എത്തിയപ്പോൾ ജ്യേഷ്ഠനായ നകുലൻ ഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. സഹദേവനും നകുലൻ ചെയ്ത അതേ രീതിയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഇതേ അശരീരി കേട്ടു. എന്റെ പൂർവ്വസ്വത്താണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇച്ഛ പോലെ ജലം കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷെ സഹദേവനും അത് കേട്ടില്ല. അങ്ങനെ ആ വെള്ളം കുടിച്ച നിമിഷം, അതായത് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിൽക്കാതെ വെള്ളം കുടിച്ച നിമിഷം ഈ സഹദേവനും ജീവൻ പോയി അവിടെ വീണു. ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു വിടുകയാണ്. അവസാനം ധർമ്മപുത്രർ ഒറ്റക്കായി പോയവരെ ആരെയും തിരിച്ച് വരുന്നത് കാണുന്നില്ല. ഇതെന്തൊരു മറിമായമാണ് എന്ന് ചിന്തിച്ചിട്ട് അവസാനം യുധിഷ്ഠിരൻ തന്നെ അങ്ങോട്ട് പോവുകയാണ്. ആ സരസിലെത്തിയ യുധിഷ്ഠിരൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഇന്ദ്രതുല്യന്മാരായ തന്റെ സഹോദരന്മാർ യുഗാവസാന കാലത്ത് സ്ഥാനത്ത് നിന്ന് വീണുപോയ ലോകപാലകന്മാരെ പോലെ മരിച്ച് ഭൂമിയിൽ കിടക്കുന്നു. വില്ലും അമ്പും ചിതറി വീണ് കിടക്കുന്ന നിലയിൽ അർജുനൻ കിടക്കുന്നു. ഭീമസേനനും മാദ്രേയന്മാരും മരിച്ച് നിശ്ചേഷ്ടരായി കിടക്കുന്നു. ഇങ്ങനെ മരിച്ചു കിടക്കുന്ന തന്റെ ഭ്രാതാക്കളെ നോക്കി കണ്ണുനീരൊഴുക്കി ചിന്ത കൊണ്ട് പരവശനായി നിൽക്കുന്ന യുധിഷ്ഠിരൻ എണ്ണിപ്പെറുക്കി ഓരോന്നു പറഞ്ഞു വിലപിക്കുവാൻ തുടങ്ങി. അവരോരോരുത്തരുടെയും മഹത്വം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ വളരെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ അശരീരി കേൾക്കുകയാണ്. ഹേ യുധിഷ്ഠിര, ഞാൻ ചണ്ടിയും മത്സ്യങ്ങളും തിന്നുന്ന കൊക്കാണ്. നിന്റെ അനുജന്മാരെയൊക്കെ ഈ ഞാനാണ് കൊന്നത്. ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയാതിരുന്നാൽ അഞ്ചാമനായ നിന്നെയും ഞാൻ കൊല്ലും. എടോ യുധിഷ്ഠിര, നീ സാഹസം ചെയ്യരുത്, ഇത് എന്റെ പൂർവ്വ സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിനക്ക് വെള്ളം കുടിക്കാം, വെള്ളം കൊണ്ടുപോവുകയും ചെയ്യാം. അല്ലെങ്കിൽ നിന്റെയും കഥ നിന്റെ അനുജന്മാരുടേതുപോലെ തന്നെയാകും. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഭവാൻ ആരാണ്? ഭവാൻ ഏത് ദേവനാണെന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഭവാൻ ഒരു പക്ഷിയല്ല, തീർച്ചയാണ്. പക്ഷിക്ക് ഇത്രയും ഗൗരവമേറിയ കാര്യം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. ദേവന്മാർക്കും ദാനവന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും ഒരാൾക്കും സാധിക്കാത്ത ഈ കാര്യം ചെയ്ത, അതായത് 4 പേരെയും ഒരേപോലെ കൊന്നുവീഴ്ത്താൻ സാധിച്ച അങ്ങ് സാധാരണ ദേവനല്ല. ഇത് മഹാത്ഭുതം തന്നെ. ഭവാൻ എന്ത് കാര്യത്തിനാണ് ഈ മഹാസാഹസം ചെയ്തത്? ഭവാന്റെ അഭീഷ്ടം എന്താണെന്ന് ഈ ഉള്ളവൻ അറിയുന്നില്ല. എനിക്കിതിൽ വളരെ കൗതുകവും ഭയവും ഉളവായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഭവാൻ ആരാണ്? പറഞ്ഞാലും. അപ്പോൾ ആ യക്ഷൻ പറയുകയാണ്, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ ഒരു കൊക്കല്ല. നിന്റെ ശക്തന്മാരായ ഭ്രാതാക്കന്മാരെ ഒക്കെ കൊന്നത് ഞാനാണ്. രൂക്ഷമായ ആ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ അല്പം മാറി നിന്നു. ധർമ്മപുത്രർ ആ യക്ഷന്റെ രൂപം ദർശിച്ചു. ഒരു പനയോളം നീണ്ട് വൃക്ഷക്കൂട്ടത്തെ കവിഞ്ഞു നിൽക്കുന്ന നിലയിൽ അവനെ കണ്ടു. യക്ഷൻ പറഞ്ഞു, നിന്റെ അനുജന്മാർ ഞാൻ വീണ്ടും വീണ്ടും തടുത്തിട്ടും ബലമായി ജലം അപഹരിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ മർദ്ദിച്ചു വിട്ടത്. ഭവാന് ജീവനിൽ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ജലം കുടിക്കരുത്. നീ സാഹസം ചെയ്യരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ യക്ഷ, നിന്റെ പൂർവ്വ സ്വത്തൊന്നും എനിക്ക് വേണ്ട, എനിക്കൊട്ടാഗ്രഹവും ഇല്ല.
സത്പുരുഷന്മാരാരും തന്നെത്താൻ പുകഴ്ത്തുക എന്നുള്ളത് ചെയ്യുകയില്ല. ബുദ്ധിക്ക് അടുത്ത വിധം നിന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ശ്രമിച്ചു നോക്കാം. ഭവാൻ ചോദിച്ചു കൊള്ളുക. പിന്നീട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് യുധിഷ്ഠിരൻ കൊടുക്കുന്ന ഉത്തരങ്ങളുമാണ് യക്ഷപ്രശ്നം എന്ന പേരിൽ പ്രസിദ്ധമായ ഭാഗം. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊതുവായി അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യക്ഷപ്രശ്നത്തിൽ ഉള്ളത്. വളരെ ചുരുക്കിയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. യക്ഷപ്രശ്നം വേറെ തന്നെ PDF ആയിട്ട്, മലയാളത്തിൽ PDF ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. യക്ഷപ്രശ്നങ്ങളും അതിൻ്റെ ഉത്തരവും ഒരു പുസ്തകമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ വായിക്കുന്നത്. യക്ഷൻ ചോദിക്കുന്നു, ആദിത്യനെ ഏന്തുന്നത് ആരാണ്? ഉത്തരം, ബ്രഹ്മമാണ് ആദിത്യനെ ഏന്തുന്നത്. ആദിത്യന്റെ അനുചരന്മാർ ആരാണ്? ദേവന്മാരാണ് അനുചരന്മാർ. അപ്പൊ ഞാൻ യുധിഷ്ഠിരൻ കൊടുക്കുന്ന ഉത്തരമാണ് പറയുന്നത്. ആരാണ് അസ്തമിപ്പിക്കുന്നത്? ആദിത്യനെ ആരാണ് അസ്തമിപ്പിക്കുന്നത്? അസ്തമിപ്പിക്കുന്നത് ധർമ്മമാണ്. എന്തിന്മേലാണ് സൂര്യന്റെ നിലനിൽപ്പ്? സത്യത്തിന്മേലാണ് സൂര്യന്റെ നിലനിൽപ്പ്. യക്ഷൻ ചോദിക്കുന്നു, ക്ഷത്രിയർക്ക് ദേവത്വം എന്നത് എന്താണ്? അതായത് ഒരു ക്ഷത്രിയൻ എങ്ങനെ ദേവനായി മാറും? ക്ഷത്രിയന്മാർക്ക് വര അസ്ത്രങ്ങളാണ്, ശ്രേഷ്ഠമായ അസ്ത്രങ്ങളാണ് അവരെ ദേവനാക്കുന്നത്. അതാണ് അവരുടെ ദേവത്വം. ഇനി എന്താണ് സദാചാരം? യജ്ഞമാണ് സദാചാരം. ഈ ക്ഷത്രിയന്മാരുടെ മർത്യഭാവം എന്താണ്? ഭയമാണ് മർത്യഭാവം. അതായത് ക്ഷത്രിയന്മാർ ഭയപ്പെടുകയാണെങ്കിൽ അവർ മർത്യനായി, അതായത് ഒരു സാധാരണ മനുഷ്യനായി മാറും എന്നർത്ഥം. ദുഷ്ടന്റെ മട്ട് എന്താണ്? ശരണാഗതന്മാരെ ത്യജിക്കുകയാണ് ദുഷ്ടമായ ആചാരം. യക്ഷന്റെ അടുത്ത മറ്റൊരു ചോദ്യം, ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നവനും ബുദ്ധിമാനും ലോകരാൽ മാനിതനും ഏവർക്കും സമ്മതനുമായ ഒരുവൻ ശ്വസിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ ജീവിക്കുന്നവനല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരുവൻ ജീവച്ഛവമായി ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോൾ യുധിഷ്ഠിരൻ ഉത്തരം കൊടുക്കുന്നു, ദേവതകൾക്കും അതിഥികൾക്കും ഭൃത്യന്മാർക്കും പിതൃക്കൾക്കും തനിക്കും, ഇങ്ങനെ ഈ 5 പേർക്കും ആര് ബലി നൽകുന്നില്ലയോ അവൻ ഉച്ഛ്വസിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നവനല്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഇവർക്കൊക്കെ വേണ്ട വിധത്തിൽ ബലി നൽകണം, ഭക്ഷണം നൽകണം എന്നാണ്. ദേവതകൾ, അതിഥികൾ, ഭൃത്യന്മാർ, പിതൃക്കൾ, ഒപ്പം തനിക്കുള്ളതും അത് വേണ്ട രീതിയിൽ ആഹാരം കഴിക്കണം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഭൂമിയേക്കാൾ ഗുരുതരമായത് എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, ഭൂമിയേക്കാൾ ഗുരുതരമായത് അമ്മയാണ്. ആകാശത്തേക്കാൾ ഉയർന്നത് എന്താണ്? ആകാശത്തേക്കാൾ ഉയർന്നത് അച്ഛനാണ്. കാറ്റിനേക്കാൾ വേഗം കൂടിയത് എന്താണ്? കാറ്റിനേക്കാൾ വേഗം കൂടിയത് മനസ്സാണ്. പുല്ലിനേക്കാൾ ബഹുതരമായത് എന്താണ്? പുല്ലിനേക്കാൾ ബഹുതരമായത് ചിന്തയാണ്. അതായത് ചിന്ത ഒന്ന് തുടങ്ങി ഇങ്ങനെ പിടിച്ച് അങ്ങനെ പെട്ടെന്ന് മഴ പെയ്ത് പൊടിക്കുന്ന പുല്ലുകളെ പോലെയാണ്. മഴ പെയ്താൽ ഉടനെ ഭൂമിയിൽ പൊടിച്ചു പൊങ്ങുന്ന പുല്ലുകളെ പോലെയാണ് മനസ്സിൽ ചിന്തകൾ. ഉറക്കത്തിൽ കണ്ണടയ്ക്കാത്തത് ഏതാണ്? മത്സ്യം. ഉണ്ടായിട്ടും വളരാത്തത് ഏതാണ്? അണ്ഡം. ഏതിനാണ് ഹൃദയമില്ലാത്തത്? കല്ല്. വേഗത്താൽ വർദ്ധിക്കുന്നത് ഏത്? നദി. ഇനി പ്രവസിക്കുന്നവന്, അതായത് സ്വന്തം നാട് വിട്ടു പോകുന്നവന് മിത്രം എന്താണ്? അങ്ങനെയുള്ളവന് മിത്രം അവന്റെ കൂട്ടുകാരനാണ്. ഇനി ഗൃഹസ്ഥന് മിത്രം ആരാണ്? ഒരു ഗൃഹസ്ഥന് മിത്രം ഭാര്യയാണ്. രോഗാർത്തന് മിത്രം ആരാണ്? വൈദ്യനാണ്. ചാകാൻ അടുത്തവന് മിത്രം ദാനമാണ്. സർവഭൂതങ്ങൾക്കും അതിഥി ആരാണ്? അഗ്നി. സനാതനമായ ധർമ്മം എന്താണ്?
മോക്ഷഹേതുവാണ്. അമൃതം എന്താണ്? സോമം തന്നെയാണ് പശുവിൻ പാലാകുന്ന അമൃതം. ജഗത്തിലെല്ലാം ഉള്ളത് എന്താണ്? വായു. ഏകനായി തനിച്ച് ചുറ്റുന്നവൻ ആരാണ്? സൂര്യൻ. ഒരിക്കൽ ജനിച്ചിട്ട് വീണ്ടും ജനിക്കുന്നവൻ ആരാണ്? ചന്ദ്രൻ. ഹിമത്തിന് വലിയ ഔഷധം എന്താണ്? ഹിമം മഞ്ഞ്, ഔഷധം തീയാണ്. വിളവുണ്ടാകുന്നതിൽ ഏറ്റവും മഹത്തായത് എന്താണ്? ഭൂമിക്കാണ്. മനുഷ്യന്റെ ആത്മാവ് എന്താണ്? പുത്രനാണ് മനുഷ്യന്റെ ആത്മാവ്. ഒരു മനുഷ്യന് ദൈവം തരുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് ആരാണ്? ദൈവകൃതമായ സഖി അവന്റെ ഭാര്യയാണ്. ഒരു മനുഷ്യന്റെ ഉപജീവനം എന്താണ്? മഴ പെയ്യുന്ന മേഘമാണ് മനുഷ്യന്റെ ഉപജീവനം. ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായത്, പരായണമായത് എന്ത്? ദാനമാണ് അവന് പരായണമായിട്ടുള്ളത്. ലാഭത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? ലാഭങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ആരോഗ്യമാണ്. സുഖത്തിൽ ശ്രേഷ്ഠമായത് എന്താണ്? സുഖങ്ങളിൽ ശ്രേഷ്ഠമായത് സന്തുഷ്ടിയാണ്, സംതൃപ്തിയാണ്. ലോകത്തിൽ പരമമായ ധർമ്മം എന്താണ്? അത് പരദ്രോഹം ചെയ്യാതിരിക്കൽ. ഏതിനെ കീഴടക്കിയാൽ ദുഃഖിക്കേണ്ടി വരികയില്ല? മനസ്സിനെ അടക്കിയാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. എങ്ങനെയുള്ള സന്ധി ഒരിക്കലും നശിക്കില്ല? സജ്ജനങ്ങളോടുള്ള സന്ധി ഒരിക്കലും നശിക്കുകയില്ല. എന്തുപേക്ഷിച്ചാൽ ഇഷ്ടനായി വരും? ദേഹാഭിമാനം ഉപേക്ഷിച്ചാൽ ഇഷ്ടനാകും. എന്തുപേക്ഷിച്ചാൽ ദുഃഖിക്കുകയില്ല? ക്രോധം ഉപേക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. എന്തുപേക്ഷിച്ചാൽ അർത്ഥവാനാകും? കാമം ഉപേക്ഷിച്ചാൽ അർത്ഥവാനാകും. എന്തുപേക്ഷിച്ചാൽ സുഖം സിദ്ധിക്കും? ലോഭം ഉപേക്ഷിച്ചാൽ സുഖം സിദ്ധിക്കും. ആരാണ് ദുർജയനായ ശത്രു? ക്രോധമാണ് ദുർജയനായ ശത്രു, അതായത് ജയിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ശത്രു. അനന്തമായ വ്യാധി, അതായത് ചികിത്സിച്ചാലും മാറാത്ത വ്യാധി എന്താണ്? ലോഭം. എല്ലാവർക്കും ഹിതനായവൻ ആരാണ്? സാധു. അസാധു ഏത് വിധക്കാരനാണ്? ദയയില്ലാത്തവൻ അസാധു. ആരാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവൻ? 5-6 ദിവസം കൂടുമ്പോഴായാലും തൻ്റെ ഗൃഹത്തിൽ ചീരക്കറി വെച്ച് ഉണ്ണുന്നവനും കടമില്ലാത്തവനും തെണ്ടി നടക്കാത്തവനും സന്തോഷിക്കുന്നു. എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം? ദിവസം തോറും ജീവജാലങ്ങൾ യമപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് എല്ലാ ദിവസവും നമ്മൾ ഒരു മരണവാർത്തയെങ്കിലും കേൾക്കും. എങ്കിലും ശേഷിക്കുന്നവർ തങ്ങൾക്ക് മരണമില്ല, തങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടിരിക്കും എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു. ഇതിൽ പരം ആശ്ചര്യം വേറെ എന്താണ് ഉള്ളത്? ഇങ്ങനെ യക്ഷൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം പറഞ്ഞപ്പോൾ യക്ഷൻ പറഞ്ഞു, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതുകൊണ്ട് നിന്റെ അനുജന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം. ആരെ ജീവിപ്പിക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നകുലൻ ജീവിക്കട്ടെ. അപ്പോൾ യക്ഷൻ വളരെയധികം അതിശയത്തോടുകൂടെ ചോദിച്ചു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭീമസേനൻ. മാത്രമല്ല എന്തിനും നിനക്ക് ആശ്രയം അർജുനനാണ്. അതേസമയം നിന്റെ അച്ഛന് മറ്റൊരു ഭാര്യയിൽ പിറന്ന സഹോദരൻ ജീവിക്കട്ടെ എന്ന് പറയുവാൻ എന്താണ് കാരണം? വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് പാർത്ഥനെയാണ്, അർജുനനെയാണ്. അങ്ങനെയുള്ള അർജുനനെ വിട്ട് എന്തുകൊണ്ട് നകുലനെ ജീവിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു? അപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, പരമമായ ധർമ്മ്യം ക്രൂരതയില്ലായ്മയാണ്. അതുകൊണ്ടാണ് നകുലൻ ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ഛന് 2 ഭാര്യമാരാണ്, കുന്തിയും മാദ്രിയും. 2 പേരുടെയും മക്കൾ എനിക്ക് തുല്യരാണ്. കുന്തിയെ പോലെ തന്നെയാണ് എനിക്ക് മാദ്രിയും. കുന്തിയുടെ മകനായി ഞാനുണ്ട്. അതുകൊണ്ട് മാദ്രിയുടെ മകനായിട്ട് നകുലൻ ജീവിച്ചിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഉത്തരം കേട്ട് യക്ഷൻ വളരെയധികം സന്തോഷിച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിര,
നിന്നെ പോലെ ഒരു ചിന്താഗതിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ ഇതൊരു പരീക്ഷണമായി ചോദിച്ചതാണ്. ഭവാന്റെ എല്ലാ സഹോദരന്മാരും ജീവിക്കും. ഇതെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ശരിക്കും അങ്ങ് ആരാണ്? അങ്ങ് എന്തായാലും യക്ഷനല്ല, വസുവാണോ, രുദ്രന്മാരാണോ, രുദ്രന്മാരിൽ ഒരുത്തനാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ യക്ഷൻ പറഞ്ഞു, ഉണ്ണി, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണ്. ഞാൻ ആ ധർമ്മദേവനാണ്. നിന്നെ കാണുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എനിക്കെന്നും ഇഷ്ടപ്പെട്ടവനാണ്. നീ 6 ധർമ്മങ്ങളെയും ജയിച്ചവനാണ്. എന്നിട്ട് ആ ധർമ്മദേവൻ പറഞ്ഞു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ആരുടെ അരണിക്കൂട്ടമാണോ മാൻ എടുത്തോടിയത് അവന് അഗ്നിലോപം ഏൽക്കരുത്. അതാണ് എനിക്ക് ആദ്യമായി തരേണ്ടതായ വരം. അപ്പോൾ ആ യക്ഷൻ അഥവാ ധർമ്മദേവൻ പറഞ്ഞു, ആ ബ്രാഹ്മണന്റെ അരണിക്കൂട്ടം എടുത്ത് ഓടിയ മാൻ ഞാൻ തന്നെയാണ്. നിന്റെ തത്വം അറിയുന്നതിനു വേണ്ടി മാനായി വന്നത് ഞാനാണ്. അപ്പോൾ പിന്നെ ഇതിനൊരു വരം ആവശ്യമില്ല. കാരണം ആ മാൻ യഥാർത്ഥത്തിലുള്ള മാനല്ല. അതുകൊണ്ട് എന്തു വരം എന്ന് ചോദിച്ചത് അപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വരമായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങളുടെ 12 വർഷത്തെ വനവാസകാലം അവസാനിച്ചു. 13ാമത്തെ വർഷം ഞങ്ങൾ അജ്ഞാതവാസത്തിൽ പ്രവേശിക്കണം. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളെ ആരും തിരിച്ചറിയാതിരിക്കണം. ഈ ഒരു വരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ യമധർമ്മൻ പറഞ്ഞു, അപ്രകാരം തന്നെ, ഞാനിതാ വരം തരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം രൂപം തന്നെ എടുത്ത് ഭൂമിയിൽ സഞ്ചരിച്ചാലും ഈ 13ാമത്തെ വർഷം ഈ ലോകത്താരും നിങ്ങളെ അറിയുന്നതല്ല. 13ാമത്തെ ആണ്ടു മുഴുവൻ അപ്രകാരമായിരിക്കും നിങ്ങളുടെ നില. അതിനായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ഗൂഢമായി വിരാട രാജ്യത്ത് അജ്ഞാതവാസത്തിന് പൊയ്ക്കൊള്ളുക. നിങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന് സങ്കല്പിക്കുന്നുവോ ആ രൂപത്തിൽ നിങ്ങൾ ഇഷ്ടം പോലെ നടന്നുകൊള്ളുവിൻ. ഈ അരണിക്കൂട്ടം ബ്രാഹ്മണന് കൊടുത്തുകൊള്ളുക. ഭവാനെ പരീക്ഷിക്കുവാൻ ഞാൻ വന്ന് എടുത്തതാണ്. ഇനി വേറെ ഇഷ്ടവരം ഭവാൻ വരിക്കുക, ഞാനത് തന്നുകൊള്ളാം. എനിക്ക് വരം തന്നിട്ട് മതിയാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ലോഭമോഹങ്ങളെയും ക്രോധത്തെയും ജയിക്കുവാൻ എനിക്ക് കഴിയണം. ദാനം, തപസ്, സത്യം ഇവയിൽ എന്നും എൻ്റെ മനസ്സ് ചെല്ലുമാറാകണം. അപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു, അങ്ങ് ഈ സ്വഭാവത്താൽ തന്നെ ജനിച്ചവനാണ്. എങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഭവിക്കുന്നതാണ്. ഇങ്ങനെ ധർമ്മദേവൻ ഇപ്രകാരം പറഞ്ഞ് മറഞ്ഞു. ബാക്കിയുള്ള 4 പാണ്ഡവന്മാരും ഉറങ്ങി എഴുന്നേറ്റതുപോലെ അവിടെ എഴുന്നേറ്റിരുന്നു. വീരന്മാരായ അവർ എല്ലാവരും ക്ഷീണം തീർന്ന് ആശ്രമത്തിലേക്ക് പോയി. ആ സാധു ബ്രാഹ്മണന് അരണിക്കൂട്ടം മടക്കി ഏൽപ്പിച്ചു. മഹാഭാരതം